ഹായ് അസ്സലാമു അലൈക്കും, വെൽക്കം ബാക്ക്. നമുക്ക് രണ്ട് ചേരുവ വെച്ചിട്ട് നല്ല അടിപൊളി ഗുലാബ് ജാമുൻ ഉണ്ടാക്കിയാലോ. നല്ല സോഫ്റ്റ് ആയിട്ടുള്ള ഗുലാബ് ജാമുനാണ്. രണ്ട് ഇൻഗ്രീഡിയൻസ് മാത്രം മതി. അപ്പോൾ എന്താണെന്ന് നമുക്ക് കണ്ടു നോക്കാം. കാണുന്നതിന് മുമ്പായിട്ട് ഒരു ലൈക്ക് തരണേ. ഇതിനായിട്ട് ഞാനിപ്പോൾ ഇവിടെ 1 കപ്പ് ഗോതമ്പിൻ്റെ പൊടി എടുത്തിട്ടുണ്ട്. ചപ്പാത്തിക്ക് ഉണ്ടാക്കുന്ന പൊടിയാണ് ഞാൻ എടുത്തിട്ടുള്ളത്. 200 ഗ്രാം ആണ് ഞാനിപ്പോൾ എടുത്തിട്ടുള്ളത്. ഇതിനെ നമുക്ക് പാൻ വെച്ച് ചൂടാകുമ്പോഴത്തേക്കും അതിലോട്ട് 1 ടീസ്പൂൺ മാത്രം നെയ്യോ ബട്ടറോ ഏത് വേണമെങ്കിലും ചേർക്കാം. ഞാനിപ്പോൾ ഇവിടെ നെയ്യാണ് ചേർത്തിട്ടുള്ളത്. അതൊന്ന് ചൂടായി വരണം. എടുത്ത് വെച്ചിരിക്കുന്ന പൊടി ഉണ്ടല്ലോ ഗോതമ്പിൻ്റെ, അതിട്ട് കൊടുക്കാം. ഇനി തീ വളരെയധികം ഒന്ന് കുറച്ച് കൊടുക്കണം. എന്നിട്ട് നമുക്കിതിനൊന്ന് റോസ്റ്റ് ചെയ്തെടുക്കണം. ചെറിയ തീയിലിട്ടിട്ട് നല്ലവണ്ണം ഒന്ന് റോസ്റ്റ് ചെയ്തെടുക്കണം കേട്ടോ. അപ്പോൾ ഇതിൻ്റെ പച്ചക്കുത്തൊക്കെ ഒന്ന് പോയി കിട്ടുകയും ചെയ്യണം. അടി കരിയാതെ വേണം ഇങ്ങനെ ഒന്ന് ഇളക്കിക്കൊണ്ടേ ഇരിക്കുക. ഒട്ടും തിരക്കിലൊന്നും ഇങ്ങനെ ചെയ്യരുത്. സാവധാനം സമയം എടുത്തിട്ട് തന്നെ ഇങ്ങനെ ഒന്ന് വറുത്തെടുക്കണം. ഏകദേശം ഒരു 10 മിനിറ്റ് ആയാൽ അത്രയും നല്ലതാണ്. അപ്പോഴത്തേക്കും നമ്മുടെ ഈ റോസ് മിൽക്ക് ഈ പൊടിക്ക് ഉണ്ടാവില്ല, അതൊക്കെ പോയി കിട്ടും. അതിന് വേണ്ടിയിട്ടാണ് ഞാൻ പറഞ്ഞു തരുന്നത്. ഇതൊന്ന് ശ്രദ്ധിക്കണം കേട്ടോ. ഞാൻ പറഞ്ഞല്ലോ ബട്ടർ ചേർത്ത് കൊടുക്കണമെന്ന്. ബട്ടർ നിങ്ങളെടുക്കുന്ന ബട്ടറിന് ഉപ്പ് ഉണ്ടെങ്കിൽ അത്രയും നല്ലതാണ്. നിങ്ങളെടുക്കുന്ന ബട്ടറിനോ നെയ്ക്കോ ഉപ്പില്ലെങ്കിൽ 1 നുള്ളു ഉപ്പ് ഇങ്ങനെ ഒന്ന് ഇട്ട് കൊടുക്കണം. കാരണം ഒരു ടേസ്റ്റ് ബാലൻസിന് വേണ്ടിയിട്ടാണ്. 1 നുള്ളു മാത്രം മതി. ഞാനിതിൽ ഇട്ടിട്ടുണ്ട്, ഞാൻ എടുത്തിട്ടില്ല. ആകെ ഇത്തിരി പോകുന്ന ഉപ്പാണ് ഞാൻ ചേർത്തിട്ടുള്ളത്. ഇതിൻ്റെ ഇപ്പോൾ കണ്ടല്ലേ ഏകദേശം ഒന്ന് റോസ്റ്റായി വരുന്നുണ്ട്. അപ്പോൾ ഇതിൻ്റെ പച്ചക്കൊത്തൊക്കെ മാറി വരണം. അതുവരെ നമുക്കൊന്ന് റോസ്റ്റ് ചെയ്തെടുക്കാം. ആദ്യമായിട്ടാണോ കാണുന്നുണ്ടെങ്കിൽ റെസിപ്പി ഇഷ്ടമായാലും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുമല്ലോ. ഒരു കുറച്ചും കൂടി ഇതാവണം. അതിനുശേഷം നമുക്കിതിനെ തീ ഓഫ് ചെയ്തിട്ട് മറ്റൊരു പാത്രത്തിലോട്ട് മാറ്റി കൊടുക്കാം. അങ്ങനെ ഇപ്പോൾ നമുക്കൊരു പാത്രത്തിലോട്ട് ഈ പൊടിനെ മാറ്റി കൊടുക്കണം. നല്ലവണ്ണം ഇതൊന്ന് ചൂടാറാൻ അനുവദിക്കുക. നല്ല ചൂടുണ്ട്. ഇതൊന്ന് ചൂട് പോയിട്ട് വരട്ടെ. അപ്പോഴത്തേക്കും നമുക്കൊരു ചീനച്ചട്ടി എടുത്തിട്ട് അതിലോട്ട് എത്രയാണോ നമ്മൾ ഗോതമ്പിൻ്റെ പൊടി എടുത്തിട്ടുള്ളത് അത്ര തന്നെ പഞ്ചസാര ചേർക്കാം. ഇതിലോട്ട് 1.5 കപ്പ് വെള്ളവും കൂടി ചേർക്കാം. പഞ്ചസാര ഏത് കപ്പിനാണ് എടുത്തത് ആ കപ്പിന് 1.5 കപ്പ് വെള്ളവും കൂടി ചേർത്തിട്ട് ആദ്യം നല്ലവണ്ണം ഒന്ന് മിക്സാക്കി കൊടുക്കണം. ഇനി നമുക്കിതൊന്ന് സ്റ്റൗവിൽ വെച്ചിട്ട് നല്ലവണ്ണം ഒന്ന് തിളപ്പിച്ചെടുക്കാം. പഞ്ചസാരയ്ക്കൊന്ന് മെൽറ്റായി കിട്ടണം. അതിലോട്ട് 1 ഏലക്ക മാത്രം ഇഷ്ടമുണ്ടെങ്കിൽ ഇട്ട് കൊടുക്കുക. അതിന് ഫ്ലേവറിന് വേണ്ടിയിട്ടാണ്. പിന്നെ നിങ്ങൾക്ക് ഈ സമയം കേസർ വേണമെങ്കിൽ കേസറും ചേർത്ത് കൊടുക്കാം. ഞാൻ ഇപ്പോൾ അതൊന്നും ചേർക്കുന്നില്ല. ഞാൻ തന്നതിൽ പറഞ്ഞ വെറും 2 ചേരുവന്ന്. അപ്പോൾ അതിൻ്റെ പേരിൽ പഞ്ചസാരയും ഗോതമ്പ് പൊടിയും മാത്രമാണ് ഞാനിപ്പോൾ ഇത് വെച്ചിട്ട് ഉണ്ടാക്കുന്നത്. ഇത് നല്ലവണ്ണം ഒന്ന് അലിഞ്ഞ് നല്ലോണം ഇങ്ങനെ തിളച്ച് വരുമ്പോൾ നമുക്ക് ഇങ്ങനെ ഒന്ന് ഇളക്കി കൊടുക്കണം. എന്നാലേ ഇതൊരു ഒട്ടുന്ന പരുവായിട്ട് കിട്ടത്തുള്ളൂ. ഇപ്പോൾ നമ്മൾ തീ ഓഫ് ചെയ്യരുത്. ഒട്ടുന്ന പരുവാകുമ്പോൾ മാത്രം നമുക്ക് തീ ഓഫ് ചെയ്യാം. ഇപ്പോൾ ചാഷ്നി റെഡി ആയിട്ടുണ്ട്. നമുക്ക് തീ ഓഫ് ചെയ്തിട്ട് മാറ്റി വെക്കാം. അപ്പോഴത്തേക്കും നമ്മുടെ പൊടിയുടെ ചൂടൊക്കെ പോയിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് കുഴച്ചെടുക്കണം. അതിനായിട്ട് നമുക്കിതിലോട്ട് 1 ടീസ്പൂൺ കൂടി ബട്ടറോ നെയ്യോ ചേർക്കാം. ഇപ്പം ഞാൻ നെയ്യ് തന്നെയാണ് എടുത്തിട്ടുള്ളത്. അത് 1 ടീസ്പൂൺ മാത്രം മതി. കൈ വെച്ചിട്ട് തന്നെ നമുക്ക് ഇതൊന്ന് കുഴച്ചെടുക്കാം. എല്ലായിടത്തും നെയ്യ് ആയതിന് ശേഷം നമുക്ക് ഇഷ്ടമുണ്ടെങ്കിൽ കയ്യിലുണ്ടെങ്കിൽ മാത്രം 1 ടേബിൾ സ്പൂണ് പാൽപ്പൊടി. ഇതിന് പകരം നിങ്ങൾക്ക് പാൽപ്പൊടി ഇല്ലെങ്കിൽ ഫ്രഷ് ക്രീം ഉണ്ടാവുമല്ലോ, അത് 1 ടീസ്പൂൺ തന്നെ എടുത്താലും മതി. എല്ലായിടത്തും ഈ പൊടിയും ഈ പാൽപ്പൊടിയൊക്കെ മിക്സായി കൊടുത്തതിന് ശേഷം നമുക്ക് ഇതിനൊന്ന് കുഴച്ചെടുക്കുക. അതിനായിട്ട് ഞാനിപ്പോൾ ഉപയോഗിച്ചിട്ടുള്ളത് പാലാണ്. കുറേശ്ശെ ആയിട്ട് പാലൊഴിച്ചിട്ട് നമുക്കൊരു ഡോ ആക്കിയിട്ട് മാറ്റാം. നല്ല സോഫ്റ്റ് ഡോ ആക്കിയിട്ട് തന്നെ മാറ്റണം. ഇപ്പം ഞാനിപ്പോൾ 1/2 കപ്പ് പാലെടുത്തിട്ടുണ്ട്. ഇത് എത്രത്തോളം വരുന്നത് ഞാൻ അളവ് പറഞ്ഞു തരാം വെച്ചതിന് ശേഷം. ഞാനങ്ങനെ കുഴച്ചെടുത്തിട്ടുണ്ട്. നല്ല സോഫ്റ്റ് ഡോ ആക്കി മാറ്റിയിട്ടുണ്ട്. എനിക്കിപ്പോൾ 1/2 കപ്പ് പാല് വേണ്ടി വന്നിട്ടുണ്ട്. നിങ്ങളുടെ പൊടിക്കനുസരിച്ചിട്ടുള്ള പാലെടുത്താൽ മതി കേട്ടോ. ഇതേപോലെ സോഫ്റ്റായിട്ട് കിട്ടണം. അത് അത്രയും കുഴച്ചെടുക്കാനുള്ള പാലെടുത്താൽ മതി. ഇനി നമുക്കിതിനെ കുഞ്ഞ് ഒരു നെല്ലിക്ക വലുപ്പത്തിലുള്ള ബോൾസാക്കി മാറ്റാം. നിങ്ങളെ ഇഷ്ടത്തിനനുസരിച്ചിട്ടുള്ള വലുപ്പെടുത്താൽ മതി. ഞാനിപ്പോൾ ഒരു നെല്ലിക്ക വലുപ്പത്തിലുള്ള ബോൾസാണ് ആക്കി മാറ്റുന്നത്. ഇതേപോലെ ഒട്ടും തന്നെ ക്രാക്ക് ഇല്ലാതെ വേണം നമുക്കിങ്ങനെ ഒന്ന് ഉരുട്ടിയെടുക്കാനായിട്ട്. മനസ്സിലായല്ലോ? അപ്പോൾ അതൊക്കെ ശ്രദ്ധിച്ചിട്ട് നമുക്ക് ഉണ്ടാക്കിയെടുത്താൽ നല്ല പെർഫെക്റ്റ് ആയിട്ടുള്ള ഗുലാബ് ജാമുൻ റെഡിയായി കിട്ടും. ഞാൻ നല്ല സോഫ്റ്റ് ആയിട്ടുള്ള ബോൾസാക്കി മാറ്റിയിട്ടുണ്ട് എല്ലാം. എനിക്കിപ്പോൾ ഇത്രയും കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്ക്
ഒരു പാത്രത്തിൽ അല്പം ഓയിൽ ഒഴിച്ചിട്ടുണ്ട്. അത് നല്ലവണ്ണം ഒന്ന് ചൂടാകുമ്പോഴത്തേക്കും നമുക്ക് ഉണ്ടാക്കി വെച്ചിട്ടുള്ള ബോൾസ് എല്ലാം ഇതിലോട്ട് ഇട്ട് കൊടുക്കാം. ഇനി ബോൾസ് ഇട്ട് കൊടുത്തതിന് ശേഷം നമുക്ക് തീ ഒന്ന് കുറച്ച് കൊടുക്കണം. എന്നിട്ട് എല്ലാ സൈഡും ഒരു ഗോൾഡൻ കളറാവുന്നത് വരെ നമുക്കൊന്ന് ഇളക്കിക്കൊണ്ടേയിരിക്കാം. അപ്പോൾ ഈക്വലായിട്ട് എല്ലായിടത്തും ഒരേപോലെ ഇട്ടൊന്ന് ഫ്രൈ ആയിട്ട് വരും. തീ ഒന്ന് ശ്രദ്ധിക്കുക, ഇല്ലെങ്കിൽ നമുക്ക് തീ കൂടിപ്പോയാൽ പുറത്ത് കരിഞ്ഞു പോകും, അകത്ത് വേവത്തും ഇല്ല. അപ്പം അതിൻ്റെ പേരിലാണ് തീ ഒന്ന് കുറച്ച് കൊടുത്തിട്ട് ഒന്നിങ്ങനെ ഇളക്കാൻ പറയുന്നത്. ഇപ്പോൾ ഇതാ കണ്ടല്ലോ, ഏകദേശം കളറൊക്കെ മാറി വരുന്നുണ്ട്. ഇത് പോരാ, നമുക്കൊരു ചുവന്ന കളറാകുമ്പോഴത്തേക്കും നമുക്ക് എണ്ണയിൽ നിന്ന് കോരിയെടുക്കാം. റെഡി ആയിട്ടുണ്ട്. നമുക്ക് ഓയിലിൽ നിന്ന് ഇതിനെ കോരി മാറ്റാം. നേരത്തെ തയ്യാറാക്കിയിട്ടുള്ള ഷുഗർ സിറപ്പിൽ ഒന്ന് തീയിൽ വെച്ച് കൊടുത്തിട്ടുണ്ട്. നമുക്കിത് അതിലോട്ട് ഇട്ട് കൊടുത്തിട്ട് നമുക്കൊന്ന് ഇളക്കി കൊടുക്കാം. നമുക്ക് ഇതിനൊന്ന് തിളപ്പിച്ചെടുക്കണം. 2 മിനിറ്റ് വരെ ഇതിലിട്ടിട്ട് ഒന്ന് തിളപ്പിച്ചെടുക്കണം. എന്നാൽ ഈ ഷുഗർ സിറപ്പ് ഇതിനകത്ത് കയറിയിട്ട് നല്ല സോഫ്റ്റായിട്ട് കിട്ടുവാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ ഒന്ന് തിളപ്പിച്ചെടുക്കാൻ പറയുന്നത്. 2 മിനിറ്റ് നല്ലവണ്ണം ഒന്ന് തിളപ്പിച്ചെടുക്കുക. അങ്ങനെ 2 മിനിറ്റ് ആയിട്ടുണ്ട്, തിളച്ച് കുറുകുന്നുണ്ട്. ഇനി നമുക്ക് തീ ഓഫ് ചെയ്തിട്ട് ഇതിൽ തന്നെ വെച്ചിട്ട് ഒരു അരമണിക്കൂർ ഇങ്ങനെ തന്നെ വെച്ച് കൊടുക്കണം. അതിനുശേഷം ഞാൻ കാണിക്കാമേ. ഇതാ അപ്പോൾ അങ്ങനെ അരമണിക്കൂർ കഴിഞ്ഞിട്ടുണ്ട്. നല്ല അതിൽ ഷുഗർ സിറപ്പൊക്കെ പിടിച്ച് വന്നിട്ടുണ്ട്. നല്ല സോഫ്റ്റാണ്. എന്തായാലും നിങ്ങൾ ഇത് ട്രൈ ചെയ്ത് നോക്കണം. അത്രയ്ക്കും ഈസിയാണ്. 2 ഇൻഗ്രീഡിയൻസ് വെച്ചിട്ടാണ് ഞാനിപ്പോൾ ഇത് റെഡിയാക്കിയിട്ടുള്ളത്. കയ്യിൽ പിടിക്കുമ്പോൾ തന്നെ പൊടിഞ്ഞ് വരുന്നുണ്ട്. എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. ഇഷ്ടമായാലും ഒന്ന് ലൈക്ക് തരണേ.